കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം അനുഭവങ്ങളിലൂടെ തന്നെ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ ആ കുട്ടിക്ക് ഇതിലൂടെ നിഷേധിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനൊന്ന് കണ്ടിരിക്കുക. ചില മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ലതേ വരൂ എന്ന് കരുതി അറിഞ്ഞോ അറിയാതെ അവരോട് ചെയ്യുന്ന ചില തെറ്റുകൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ തെറ്റുകൾ എന്താണെന്നും പിന്നീട് ആ തെറ്റുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഈ വീഡിയോയിലെ ഇന്നത്തെ കണ്ടന്റ്. ഇപ്പോൾ ഈ വീഡിയോയിലെ ആദ്യത്തെ കാര്യം, ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ വീട്ടിൽ അടച്ചിട്ട് വളർത്താറുണ്ട്. യാതൊരു രീതിയിലുമുള്ള ഒരു സോഷ്യൽ കണക്ഷനും കൊടുക്കാതെ, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ സമ്മതിക്കാതെ 4 ചുവരിനുള്ളിൽ മാത്രം അവരെ തളച്ചിട്ട് വളർത്തുന്ന ചില മാതാപിതാക്കൾ. ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ചിലരെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന ചില മാതാപിതാക്കളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, എൻ്റെ കുട്ടി ചിലപ്പോൾ പുറത്തു പോയി പൊടിയടിച്ചാൽ അവന് തുമ്മൽ വരും, അവൻ അലർജിയാണ്, അവൻ എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ അവന് പരിക്ക് പറ്റും, അത് പിന്നെ ഭയങ്കര പ്രശ്നമാകും, ഇതൊക്കെയായിരിക്കും. ചില മാതാപിതാക്കൾ കുട്ടികളോടുള്ള അമിത സ്നേഹം കൊണ്ട് അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു പ്രായമെത്തിയിട്ടും തങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ നോക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ആ കുട്ടിയോട് കാണിക്കുന്നത് ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു ക്രൂരത. ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്നും കൂടി ഇനിയും പറയാം. സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ മുറിക്കുള്ളിൽ മാത്രം വളരുന്ന ഒരു കുട്ടിക്ക് നാളെ അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നിങ്ങൾ മാതാപിതാക്കൾ ഇനി എത്ര കാലം കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളില്ലാതെ അവൻ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട, ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അന്ന് വെറും ഒരു പൊട്ടനെ പോലെ അവനിതൊക്കെ കണ്ടും കേട്ടും നിൽക്കേണ്ടി വരും. ആരോട് എന്തൊക്കെ സംസാരിക്കണമെന്നറിയില്ല, ആരെ വിശ്വസിക്കണമെന്നറിയില്ല. കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം അനുഭവങ്ങളിലൂടെ തന്നെ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ ആ കുട്ടിക്ക് ഇതിലൂടെ നിഷേധിക്കുന്നത്. ഒരു പ്രായമെത്തുമ്പോൾ തന്നെ അവരെ സമൂഹവുമായി ഇടപഴകാൻ പഠിപ്പിക്കുക. അവരെ കെട്ടഴിച്ച് വിടണമെന്നല്ല ഇതിലൂടെ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു മേൽനോട്ടം കൂടി ഉണ്ടാവണം, എന്നാൽ അത് അമിതമാകരുത്. അവരുടെ ഒരു ഭാഗത്ത് നിന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കുന്നത് പോലെ അനുഭവങ്ങളിൽ നിന്നും കൂടി മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതവർക്ക് സമൂഹത്തിൽ നിന്നും മാത്രമേ കിട്ടുകയുള്ളൂ. അടുത്തതായി മാതാപിതാക്കൾ കുട്ടികളോട് ചെയ്യുന്ന ഒരു തെറ്റാണ് അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സഹായിക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയാം. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ഷൂവിൻ്റെ ലേസ് കെട്ടാൻ അറിയില്ല, എന്നാൽ അവനൊരു ഷൂവിൻ്റെ ലേസ് കെട്ടാനുള്ള പ്രായമൊക്കെയായി. എന്നാൽ ഇപ്പോഴും നിങ്ങളാണ് അത് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രായമെത്തിയിട്ടും അവൻ്റെ ഡ്രസ്സ് നനയ്ക്കുന്നത് നിങ്ങളാണ്. അവനെക്കൊണ്ട് സത്യം പറഞ്ഞാൽ യാതൊരു ജോലിയും ചെയ്യിക്കത്തില്ല. അവനുള്ള എല്ലാ ജോലികളും നിങ്ങൾ അവന് ചെയ്തു കൊടുക്കും. ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ അവനെ ഇപ്പോഴും വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ ഇതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവനെക്കൊണ്ട് തന്നെ ചെയ്യിക്കുക. ഷൂവിൻ്റെ ലേസ് ആണെങ്കിൽ അവനെക്കൊണ്ട് തന്നെ കെട്ടിക്കുക. അതുപോലെ ബെഡ്ഷീറ്റ് വിരിക്കാനും തുണി നനയ്ക്കാനും ഒക്കെ അതും അവൻ്റെ തുണികൾ അവനോട് തന്നെ നനയ്ക്കാൻ പറയുക. അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അവനെക്കൊണ്ട് തന്നെ ചെയ്യിക്കുക. ഞാൻ എടുത്തു പറയുന്നു, അവർക്കിതൊക്കെ ചെയ്യിക്കാൻ പ്രായമായെങ്കിൽ, അവർക്കിതൊക്കെ ചെയ്യേണ്ട പ്രായമാണ് ഇതെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നാൽ നാളെ വലിയ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. സ്വന്തമായ തീരുമാനമെടുക്കാനോ പ്രവർത്തിക്കാനോ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ അവർ പഠിച്ചു തുടങ്ങണം. ചെറുപ്രായത്തിലെ തന്നെ കുട്ടികളെ കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു തുടങ്ങുക. ഇത് ഒരിക്കലും അവർക്കൊരു ദോഷമായി ഭവിക്കില്ല. അതുപോലെ ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതൊന്നെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിരിക്കും. എന്നാൽ അതിനെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കാതെ എടുത്തു ചാടി അതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ എതിര് പറയുകയോ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ആ കുട്ടി ന്യായമായിട്ടുള്ളതോ നല്ല കാര്യമോ അല്ലെങ്കിൽ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞത്. പക്ഷേ ചില മാതാപിതാക്കൾ അതിനെതിര് പറയും. ഇതും ഒരു പരിധി വരെ ഒരു തെറ്റ് തന്നെയാണ്. കുട്ടി പറഞ്ഞ ഉടനെ മേടിച്ചു കൊടുക്കണം എന്നല്ല, അല്ലെങ്കിൽ നിറവേറ്റി കൊടുക്കണം എന്നല്ല. ആ കുട്ടി അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി 1-2 തവണ ചിന്തിച്ചതിന് ശേഷം മറുപടി പറയുക. സാധിക്കുമെങ്കിൽ അത് സാധിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം കൂടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതവർക്ക് മനസ്സിലാകും. എടുത്തു ചാടി ഒരു നോ പറയുന്നത് പിന്നീട് ഭാവിയിൽ അവർ പല കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കാതെ സ്വന്തമായ തീരുമാനമെടുത്ത് ഏതെങ്കിലും മോശമായ രീതിയിലോ അല്ലാതെയോ അത് നേടിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എടുത്തിയാടി നോ പറയാതെ കാരണം സഹിതം ബോധിപ്പിച്ച് അവരോട് നോ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.